ചെല്ലേ കഞ്ഞി എടുക്ക്. എടുക്കാണ്. ദേ ഫോൺ പിടിച്ചേ. ഹലോ, ഞാൻ റോസ്ലിന. ജെന്നിക്കൊന്ന് ഫോൺ കൊടുക്കോ? അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫാ. ജെന്നി എത്തിയില്ലല്ലോ. എത്തിയില്ലേ? സമയം ഇത്രയായല്ലോ. അവിടെ പ്രോഗ്രാം കഴിഞ്ഞ് കാണില്ല. അവള് വരുമ്പോ എന്നെ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറയണേ മോളി. എന്റെ പറയാം. ഓക്കെ, ശരി. ഇനിപ്പതായി ഓള് പാട്ട് കേൾക്കാൻ പോയതല്ലേ, കൈമ വിളിച്ചോളൂ. നിങ്ങള് ബേജാറാതിരിക്കി. ജെന്നി സാധാരണ വൈകിയ വിളിക്കുന്നതാണല്ലോ. ഇനി വല്ല പ്രേമോ മറ്റോ ഉണ്ടാവോന്നാ. അല്ല, കഴിഞ്ഞ എപ്പിസോഡേ വഴിയേർത്ത പെണ്ണിലെ അമല അതിനെ കാണാതെ പോയില്ലേ? എന്നിട്ട് പിറ്റേ ദിവസം എവിടുന്നാ കിട്ടിയേ? രജിസ്റ്റർ ഓഫീസിൽ നിന്ന്. അതും ആ റാമിന്റെ കൂടെ. ഇവിടെ താമസിക്കണ കൊണ്ട് മോളിയാൻറ്റിക്ക് അതിന്റെ നാണക്കേട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പൊ ടെൻഷൻ കാരണം ഉപ്പില്ലാതെ കഞ്ഞി കുടിക്കേണ്ട കാര്യമില്ല. ഓ ഏയ്, അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇനി ചെയ്താൽ തന്നെ നമ്മളോട് എല്ലാരോടും പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ. എങ്ങനെ? എടി, അവളെ ഞാനൊരു വാടകക്കാരിയായിട്ടല്ല കാണുന്നത്. അവൾ എൻ്റെ മോള് തന്നെയാ. യോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ആ കൊച്ചിന് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ 24 മണിക്കൂർ ഈ ഫോണിലിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണേ? സ്റ്റെല്ലേ, നീ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടിയതല്ലേ? എന്നിട്ട് എന്ത് പറ്റി? എന്നിട്ട് അയാളെന്നെ ഇട്ടിട്ട് പോയി. അയാൾക്ക് കെട്ടിയോളും കുട്ടികളും ഉണ്ടെന്ന് ഞാനെങ്ങനെ അറിയാം? അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ചതിയന്മാരാന്നേ. നീ ഒന്ന് കെട്ടിയതാന്ന് അയാളോട് പറഞ്ഞോ? അതിപ്പം ഞാനും പറയാനൊന്നും പോയില്ല. കഞ്ഞിയുടെ കൂടെ പപ്പടം നല്ലതാ. ഒരെണ്ണം കൂടി തരട്ടെ? വേണ്ട വേണ്ട, തിന്നോ. അടയാത്തോണ്ടാ അവിടെ. ചെല്ല് ചെല്ല്. അവിടെ വിഷമിക്കാതിരിക്കേ, നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്, അവരൊന്ന് നോക്കിക്കോളും കേട്ടോ. ഓക്കെ. തോമസേ, തോമസ്. എന്താ സാറേ? തേവരയിലെ കേരള ഫ്രണ്ടിന്റെ പോസ്റ്റർ വരുന്നത്, താന് പോയി നോക്ക്. അത് വല്ല പശു ആടമായിരിക്കും സാറേ. ഞാനിപ്പോ ഈ രാത്രിയില് പുറത്തെല്ലാം മഴയാണ് സാർ. ഹലോ, പനമ്പള്ളി നഗറിൽ നിന്നാണ് വിളിക്കണത്. ഓക്കെ, പറയൂ. എന്താ? എന്റെ വീട്ടിലൊരു പെൺകുട്ടി താമസിക്കുന്നുണ്ടായിരുന്നു. പെയിൻ ഗസ്റ്റ് ആണ്. അതെ. കുട്ടി ഇത്രയും നേരമായിട്ടും കാണുന്നില്ല. കുട്ടി വരേണ്ട സമയമൊക്കെ ഒരുപാട് കഴിഞ്ഞു. എന്താ ജോലി? ആ കുട്ടി ഒരു ആഡ് ഏജൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഇങ്ങനെ വൈകാറുണ്ടോ? ഇല്ല, ഇങ്ങനെ താമസിക്കാറില്ല. കുട്ടിയുടെ പേരെന്താ? കുട്ടിയുടെ പേര് ജെന്നിഫർ. കുട്ടിക്ക് വല്ല പ്രേമോ ചുറ്റിക്കളി വല്ലതും അറിയാമോ? ഇല്ല, അങ്ങനെ ഒന്നുള്ള കുട്ടിയല്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രാവിലെ വരെ നോക്കിയിട്ട് കുട്ടി എത്തിയില്ലെങ്കിൽ ഇവിടെ വന്നൊരു പരാതി എഴുതി നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കാം കേട്ടോ. അപ്പൊ പോണ്ടല്ലേ സാറേ? അത് വേറെ കൊള്ളാടോ. അവരുടെ വീട്ടിലേ പെയിൻ ഗസ്റ്റായിട്ട് താമസിക്കുന്ന പെൺകുട്ടിയെ കാണാനില്ല.
കൊച്ചിയല്ലേ, ഏതെങ്കിലും ഫ്ലാറ്റായിട്ട് കിടപ്പുണ്ടാവും. കേട്ടിറങ്ങി പോയിക്കോളും. താമസം പോന്നു. കോള് വരണം. ഹലോ, ഇത് സക്രിയ പോളാണ്. ഓ സാർ, പറയൂ സാർ. തേവരയിൽ നമ്മുടെ പിള്ളേരുടെ പോസ്റ്റർ കീറുന്നൊരു പരാതി ഉണ്ടായിട്ട് പോലീസ് ഒന്നും ചെയ്തില്ലെന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല സാർ, ആള് പോയിട്ടുണ്ട്. ആള് പോയിട്ടുണ്ടേ കൊള്ളാം. എന്നെ അങ്ങോട്ട് വരുത്താനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. ഇല്ല സാർ, അവിടെ ആ ഏരിയയിൽ നമ്മുടെ ഒരു വണ്ടിയുണ്ട്. അതിപ്പോൾ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടാവും. പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടാവും. നോക്കിയാ കൊള്ളാം. തീർച്ചയായിട്ടും സാർ. താനിതുവരെ പോയില്ലേ? അതല്ല സാറേ, ഈ പോസ്റ്റർ കയറിയത് പശുവിലും ആണെങ്കിൽ കസ്റ്റഡിയിലും എടുക്കണം സാർ. വേണ്ടി വരും. ആ ഡോ ആ അല്ലെങ്കിൽ വേണ്ട. പശു ആണെങ്കിൽ റിസ്ക്കാ. താൻ അടച്ചുകൊണ്ട് എന്നെ ഒന്ന് വിളിക്കും. ആ ശരി സാർ. നിനക്കൊരു മാറ്റമില്ലടാ. പിന്നെ നിനക്ക് ഭയങ്കര മാറ്റമല്ലേ, ഒന്ന് പോടേ. ജാസ്മിൻ എന്തായിരുന്നു? എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. വക്കീലെ, നിനക്ക് വല്ല കേസൊക്കെ ഉണ്ടാ? എടാ, നാട്ടിൽ കള്ളത്തരത്തിന് പിടിച്ചുപറിക്കുന്ന ഒരു കുറവില്ലാത്തോണ്ട് ഞാൻ അരി മേടിച്ചു പോകും. ബിരിയാണി അരിയല്ലേ? ഒരു ലൈറ്റ് ഗ്രീന്. ഈ ഗ്രീൻ അല്ലേ? ഔട്ട്സൈഡ് കോൾ ആണല്ലോ. പറയാൻ പറ്റില്ല, ഇന്ത്യക്ക് പുറത്തും ഫാൻസ് ഉണ്ടല്ലോ. ഇതൊന്ന് നോക്കിക്കോടെ. ഹലോ, ഹായ്, ജെനിയാണോ? ഐം സോറി, ജെനിഫർ? അതെ. എൻ്റെ പേര് എബി. ഈ എഡ്ജിൽ വെച്ചാൽ മതിയല്ലേ? ആക്ച്വലി ഞാൻ ജെനിഫറിന്റെ ബ്ലോഗ് വായിച്ചിട്ടാണ് വിളിക്കുന്നത്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. താങ്ക് യു. എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ ദുബായിൽ നിന്നാണ്. എന്താ ചെയ്യുന്നത്? ഐ ആം ആൻ ആർക്കിടെക്ട്. മായാത്ത ഓർമ്മകൾ, മറക്കാത്ത സൗഹൃദം. എക്സ്ക്യൂസ് മീ? അല്ലല്ല, അത് ഇവിടെ പറഞ്ഞതാ. എന്താടാ ചിരിച്ചു നിൽക്കുന്നത്? ഒരു പാൽപ്പായസം കുടിച്ച പോലെ. ഞാൻ കക്ഷിയുടെ ബ്ലോഗൊക്കെ വായിച്ചു. വായിച്ചാ? കൊള്ളാം. നീ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോടാ. എനിക്ക് തോന്നുന്നു നിനക്ക് പറ്റിയ കക്ഷി തന്നെയാണ് കേട്ടോ. പക്ഷെ അവൾക്ക് നല്ല ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അതാ അവളുടെ എഴുത്തിന്റെ ഒരു ശക്തി. അതൊക്കെ പോട്ടെ, നീ അവളോട് പറഞ്ഞോ? എന്ത്? എടാ, ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. എന്റെ പൊന്നളിയാ, ഞാൻ നാളെ ആ കക്ഷിനെ ഒന്ന് പോയി കണ്ടോട്ടെ. അപ്പൊ നീ ഒരു സൂചനയും കൊടുത്തിട്ടില്ല. ഇനിയിപ്പോ അവള് എൻഗേജ്ഡ് വല്ലതും ആണെങ്കിലും. നീ ചുമ്മാരടാ, അങ്ങനെ വല്ലതായിരുന്നു അവള് പറഞ്ഞത്. എങ്ങനെയുണ്ട് അരുൺ? Are you feeling better? ഇന്നലെ രാത്രി ഉറങ്ങിയോ നന്നായിട്ട്? കുറച്ച്. എന്തെങ്കിലും കഴിച്ചോ? സകലം കഴിച്ചു. നിങ്ങൾ ഇത്ര സങ്കടപ്പെടണ്ട. അരുൺ വിൽ ബി ഓൾ റൈറ്റ് സൂൺ, കേട്ടോ? ഓ, നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് പുറത്തേക്ക് വെക്കൂ, ഞാൻ സംസാരിച്ചോട്ടെ. ഓ ശരി. ശരി അരുൺ, എന്നിട്ട് ബാക്കി പറ. ഈ ജെന്നിഫർ എന്താ ഫോൺ എടുക്കാതിരുന്നേ? എനിക്കറിയില്ല അരുൺ, ഇത് ജീവിതമല്ലേടോ. ജീവിതത്തിൽ നമ്മൾ എത്ര പേരെ പരിചയപ്പെടും, അവരുമായിട്ടൊക്കെ അടുക്കും, സംസാരിക്കും, ഇല്ലേ? എന്ന് വെച്ചിട്ടൊരു ഫോൺ എടുക്കാത്തതിന് എന്തിനാണോ ആത്മഹത്യക്ക് ശ്രമിക്കണേ? അരുൺ ഇത് ആദ്യമായിട്ടല്ലോ. എന്തായിരുന്നു തന്റെ ഇപ്രാവശ്യത്തെ പ്രൊവക്കേഷൻ? ഈ ജെന്നി ആരാ? താൻ ജെന്നിയെ പരിചയപ്പെട്ടതും ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയടൂ. റിലാക്സ് ചെയ്ത് സമാധാനമായിട്ട് പറഞ്ഞാൽ മതി.